നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ധനുമാസം 1-ാം തീയതി പിറക്കുകയാണ്. ഡിസംബർ 16 തിങ്കളാഴ്ച ദിവസം. ഓരോ മലയാള മാസം കടന്നു വരുമ്പോഴും നമ്മൾ ഹിന്ദുക്കൾക്കിടയിൽ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മളതിനെ വരവേൽക്കുന്നത്. വളരെ ദൈവാധീനം നമ്മളിലേക്ക് എത്തണം. ആ ഒരു വർഷക്കാലം നമ്മൾ ഭാഗ്യം തങ്ങി നിൽക്കണം. നമ്മൾക്ക് ഭാഗ്യാനുഭവങ്ങൾ നമ്മളിലേക്ക് ഏറി വരണം. നമ്മളെ ദുരിതങ്ങളൊക്കെയും ഒഴിഞ്ഞ ഒരു സമയമാകണം എന്ന ഒരു തുടക്കം ഉണ്ടാകുന്ന ഒരു ദിനമാണ് 1-ാം തീയതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ 1-ാം തീയതി ദിവസം നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം നടത്തും. അതേപോലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം കൈനീട്ടം വാങ്ങുക എന്നതാണ്. കൈനീട്ടം വാങ്ങുക. അതേപോലെ തന്നെ 1-ാം തീയതിക്ക് നമ്മുടെ ഭവനത്തിലേക്ക് ആദ്യമായി വന്ന് കയറുന്ന ആളുടെ ഭാഗ്യം പോലെ ഇരിക്കും ആ ഒരു മാസക്കാലം നമ്മൾക്കുണ്ടാകുന്ന ആ നേട്ടങ്ങളും അല്ലെങ്കിൽ ഉണ്ടാകുന്ന കോട്ടങ്ങളും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് 1-ാം ദിവസം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു വ്യക്തി നിമിത്തം നമ്മൾക്കുണ്ടാകാൻ പോകുന്ന ദുരിതമാണോ അതോ ഭാഗ്യമാണോ എന്നൊക്കെയുള്ള ആവലാതിയും നമ്മൾക്കിടയിൽ ഉണ്ടാകും. കാരണം അത്രത്തോളം പ്രാധാന്യമായിട്ടാണ് നമ്മൾ ഓരോ മലയാള മാസത്തെയും കരുതി പോരുന്നത്. അപ്പോൾ നമ്മുടെ ഇഴയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് അടുത്തൊരു മലയാള മാസം കൂടി വന്നിരിക്കുകയാണ്. ധനു 1-ാം തീയതി. നാളെ ധനു 1 എല്ലാവരും കൈനീട്ടം വാങ്ങുവാനും അതേപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനായിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾക്ക് യോജിച്ച നക്ഷത്രക്കാർ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർ നമ്മുടെ ഭവനത്തിലേക്ക് വന്നു കയറുകയാണെങ്കിൽ അവർ നിമിത്തം ഭാഗ്യമാണ് ഇതുവരെ ഉണ്ടായതിനാൽ തന്നെ ചില ആളുകൾ മുന്നേ തന്നെ ആളുകളോട് പറഞ്ഞേക്കും, നീ നാളെ വന്ന് 1-ാം തീയതി കയറണേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഓരോ ഭാഗ്യാനുഭവങ്ങളുടെ തോതനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളും എല്ലാവരെയും രക്ഷിക്കട്ടെ. അപ്പോൾ നാളെ ഇതേപോലെ ധനു 1-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ കൈനീട്ടം വാങ്ങിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ശുഭകരം എന്ന് ചോദിക്കുമ്പോൾ ഈ നക്ഷത്രക്കാരെ തേടി നമുക്ക് പുറത്തു പോകാൻ പറ്റുമോ എന്നല്ല. നമ്മുടെ ഭവനത്തിൽ കാണുമല്ലോ ഈ നക്ഷത്രക്കാരായ ആളുകൾ. അമ്മ കാണും, അച്ഛൻ കാണും, അല്ലെങ്കിൽ സഹോദരങ്ങൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ കാണും. അങ്ങനെ പല ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് 1-ാം തീയതി കൈനീട്ടം വാങ്ങിച്ചാൽ ശുഭകരമായിരിക്കുന്നതാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ അറിവുകൾ നിങ്ങളിലേക്ക് കൂടുതൽ എത്താനായി ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ തുടർന്ന് വിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്താനായി ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നാളെ ധനു 1-ാം തീയതിയാണ്. ഏതൊക്കെ നക്ഷത്രക്കാരിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാലാണ് ഏറ്റവും ശുഭകരമെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രങ്ങൾ 27 നക്ഷത്രങ്ങളിലെ ആദ്യ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക. ഈ നക്ഷത്രക്കാരായ ആളുകൾ ഭവനത്തിലുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് മറ്റുള്ളവർ കൈനീട്ടം വാങ്ങിക്കുക എന്നത് ഏറ്റവും ഉത്തമമായ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഈ രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക്, മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ധനുമാസം മുതൽ നേട്ടത്തിൻ്റെ സമയമാണ്. അപ്പോൾ നേട്ടത്തിൻ്റെ സമയമായപ്പോൾ അവരിലേക്കൊരു ഈശ്വരാധീനമുണ്ട്. അവരിലൊരു ഭാഗ്യസമയം വന്നിരിക്കുന്ന നേരമാണ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾക്ക് കൈനീട്ടം 1 രൂപയാണെങ്കിൽ പോലും നമ്മൾ സ്വീകരിക്കുന്ന നിമിത്തം നമ്മളിലേക്കും ആ ഭാഗ്യം എത്തുകയും അതുവഴി നമ്മൾക്ക് ചിലപ്പോൾ രക്ഷപ്രഭുക്കളാകാനുള്ളൊരു ഭാഗ്യം തന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ വന്ന് സംജാതമാവുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായ മേടം രാശിക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ നിങ്ങൾ ഭവനത്തിലേക്ക് 1-ാം തീയതി കയറ്റാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാരായ ആളുകൾ ഭവനത്തിലേക്ക് വരുന്നതും അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നതും ഒക്കെ വളരെ ശുഭകരമായ കാര്യമാണ്. എങ്കിൽ പോലും മറ്റൊരു കാര്യം കൂടി മറക്കാതിരിക്കുക. കുലദേവതാ ക്ഷേത്ര ദർശനം നടത്തുക. കുലദേവതാ ക്ഷേത്രം നിങ്ങളുടെ കുടുംബ പരദേവതയെ ദർശിക്കുക പോയി. അപ്പോൾ കുടുംബ പരദേവതാ ക്ഷേത്രം ദൂരെയാണ്, എപ്പോഴും പോയി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ 2 ദിവസത്തെ യാത്രയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള നിങ്ങളുടെ സ്ഥലദൈവത, അതായത് നിങ്ങളുടെ ഭവനത്തിനോട് ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ സ്ഥലദേവൻ, ദേവനാകട്ടെ ദേവിയാകട്ടെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് 1 രൂപ നാണയം, ഒറ്റ രൂപ നാണയമുണ്ടല്ലോ, നന്നായി പ്രാർത്ഥിച്ച് തലയ്ക്കൊന്നും ഒഴിയണ്ട, നെഞ്ചിൽ വെച്ച് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുക. മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെയും പറഞ്ഞ് ആ നടയിൽ സമർപ്പിക്കുക. അത് ഈ പറഞ്ഞു തരാൻ പോകുന്ന നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഈ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അർച്ചനകൾ കഴിക്കണോ, നേർച്ച കഴിക്കണോ, വേറെ ഒന്നിനെക്കുറിച്ചും പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ആ മണ്ണിൽ കുത്തി നിൽക്കുമ്പോൾ, ആ മണ്ണിൽ കാൽ ചവിട്ടി നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തോന്നൽ വരും, എനിക്ക് ഭഗവാൻ ഇത് കൊടുക്കണം, അല്ലെങ്കിൽ എന്നാൽ ഭഗവാന് നേർച്ചകൾ സമർപ്പിക്കണം, അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹം അത് ആ ഒരു ചിന്ത എത്തിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കാര്യം നാളത്തെ ദിവസം നിങ്ങൾ ഏത് ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ 1 രൂപ നാണയം നെഞ്ചോട് ചേർത്ത് പിടിക്കുക, നന്നായി പ്രാർത്ഥിച്ച് ആ വഞ്ചിയിൽ സമർപ്പിക്കുക. കർക്കിടകം രാശിയിൽ നക്ഷത്രങ്ങളാണ് അടുത്തത്. പുണർദം, പൂയം,
ആയില്യം ഈ നക്ഷത്രക്കാർക്ക് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ ഇവർ ഭവനത്തിലുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങിക്കുന്നത് ഉത്തമമായിരിക്കും. അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി അങ്ങനെ ആരായിക്കൊള്ളട്ടെ, ആരായാലും ഈ നക്ഷത്രക്കാരിൽ ആരെങ്കിലും നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ കൈനീട്ടം വാങ്ങിക്കുകയോ ബാക്കിയുള്ള ആളുകൾ. കാരണം നല്ല സമയമാണ് ഈ നക്ഷത്രക്കാർ. നല്ല ആളുകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല ആളുകളിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് ബുദ്ധിപരമായിട്ടുള്ളത് നമുക്കും ആശയങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ സഹായിക്കുമെന്ന് പറയുന്നില്ലേ. അതേപോലെ തന്നെ ഇവർക്കിപ്പോൾ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ ആ ഭാഗ്യത്തിൻ്റെ ഒരു അംശം നമ്മളിലേക്കും അനുഗ്രഹമായി വന്ന് ഭവിക്കുന്നതിന് സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നാളത്തെ ദിവസം കൈനീട്ടം വാങ്ങുമ്പോൾ ഈ നക്ഷത്രക്കാരായ ആളുകൾ ഭവനത്തിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നത് ഉത്തമമാണെന്ന്. അതോടൊപ്പം തന്നെ മുന്നേ പറഞ്ഞതുപോലെ കുലദേവതാ ക്ഷേത്ര ദർശനം നടത്തുക. അത് സാധിക്കുന്നില്ല, ദൂരെയാണ് എന്നതുകൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അടുത്തുള്ള സ്ഥലദേവത ദർശനം നടത്തുക. ദേവനായാലും ദേവിയായാലും ദർശനം നടത്തി പ്രാർത്ഥിക്കുക. 1 രൂപ നാണയം ആ വഞ്ചിയിൽ സമർപ്പിക്കുക. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രങ്ങളാണ് അടുത്തതായിട്ടുള്ളത്. ഈ നക്ഷത്രക്കാർ ഭവനത്തിലുണ്ടെങ്കിൽ ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന ഈ നക്ഷത്രക്കാരാണ് നിങ്ങളുടെ ഭവനത്തിലുള്ളതെങ്കിൽ അവരിൽ നിന്ന് വാങ്ങിക്കുക. അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരായാലും ഈ നക്ഷത്രക്കാരായ ആളുകളുള്ളവർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങിക്കാവുന്നതാണ്. കാരണം വാഹനഭാഗ്യം, ഐശ്വര്യങ്ങൾ, നേട്ടങ്ങൾ, ഉയർച്ച ഇതൊക്കെയുള്ള ഒരു സമയമാണ് ഈ ചിങ്ങം രാശിയായ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് നമ്മൾ ആ ഒരു കൈനീട്ടം വാങ്ങിക്കുന്നതിലൂടെ നമ്മുടെ ഭാഗ്യം ഇരട്ടിയാകുന്നതിനും അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മളിലേക്കൊരു ഭാഗ്യം കടന്നു വരുന്നതിനുമൊക്കെ ഇത് കാരണമായി ഭവിക്കുന്നതാണ്. നിങ്ങളും പറഞ്ഞതുപോലെ കുലദേവതാ ക്ഷേത്ര ദർശനം നടത്തുക. അഥവാ അത് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ഥലദേവതാ ദർശനം നടത്തി നിങ്ങൾ 1 രൂപ നെഞ്ചോട് ചേർത്ത്, എപ്പോഴും പറയുന്നു നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞ് അത് വഞ്ചിയിലിടുക. ഇത്രമാത്രം. അടുത്ത നക്ഷത്രങ്ങൾ തുലാം രാശിയിൽ വരുന്ന ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന ഈ നക്ഷത്രക്കാർ ഭവനത്തിലുണ്ടെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കൈനീട്ടം വാങ്ങിക്കാവുന്നതാണ്. കാരണം ഈ പറയുന്ന നക്ഷത്രക്കാർക്കൊക്കെയും 27 നക്ഷത്രക്കാരിൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്കൊക്കെയും ഈ ധനുമാസം വളരെ ഭാഗ്യത്തിൻ്റെ ശ്രേഷ്ഠമായ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യദായകരായ ഈ ആളുകളിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങിക്കുന്നതിലൂടെ നമ്മളിലേക്കും ഭാഗ്യം എത്തുകയാണ്. അതുകൊണ്ട് നമ്മൾക്കും രക്ഷപ്രഭുക്കളാകാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ അന്നേ ദിവസം 1 രൂപയാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് നിമിത്തം നമ്മൾക്ക് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ, കോട്ടങ്ങൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് ഭാഗ്യം എത്തും എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് കൈനീട്ടം സ്വീകരിക്കാവുന്നതാണ്. കാരണം ഇവർക്കൊക്കെയും ഇപ്പോൾ ഭാഗ്യദായകമായ സമയം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭാഗ്യമായ ആളുകളിൽ നിന്ന് നമ്മൾ ആ ഒരു ഭാഗ്യം നമ്മളിലേക്കും എത്തുന്നതിനും നമ്മൾക്ക് ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നതാണ്. കാരണം 30 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ ആളുകളെ ഭവനത്തിലേക്ക് 1-ാം തീയതി കയറ്റുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. എങ്കിൽ പോലും നമ്മൾ ഒരാളോട് പറഞ്ഞു വെച്ചിട്ട് വന്ന് കയറണം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു നക്ഷത്രക്കാരായ ഒരാൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും വരുമ്പോൾ അവരോട് ഭവനത്തിലേക്ക് കയറരുത്, ഇന്ന് 1-ാം തീയതിയാണ് എന്നൊരു രീതിയിലും പറയരുത്. കാരണം നമ്മൾക്ക് പറയാൻ സാധിക്കില്ല ഏതൊക്കെ രൂപത്തിലാണ് ഏതൊക്കെ ഭാവത്തിലാണ് നമ്മളിലേക്ക് ഭഗവാൻ കടന്നു വരുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന നക്ഷത്രം ഒന്നുമായിരിക്കില്ല വേറൊരാൾ, ആ ആൾ ചിലപ്പോൾ വന്നു കയറുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹാഭാഗ്യത്തിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ട് ചെല്ലുന്നെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും നാളത്തെ ദിവസം ഈ ഒരു നക്ഷത്രക്കാർ വരുമ്പോൾ നമ്മൾക്ക് വരുന്ന വ്യക്തിയുടെ നക്ഷത്രം അറിയാം. അപ്പോൾ ഈ പറയുന്ന നക്ഷത്രം ഒന്നുമല്ല വേറൊരാളാണ് വരുന്നത്, അതുകൊണ്ട് ഭവനത്തിലേക്ക് ഗേറ്റ് വലിച്ചടയ്ക്കുക അങ്ങനെയുള്ള സ്വഭാവമൊന്നും ആരും കാണിക്കില്ല. എങ്കിൽ പോലും അതൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പോൾ ആ വരുന്ന വ്യക്തിയിൽ ആ ഒരു നിമിഷം ഉള്ളത് സാക്ഷാൽ ഭഗവാൻ തന്നെയായിരിക്കും. നമ്മൾ എങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു എന്ന് നോക്കാനായിട്ടായിരിക്കും അദ്ദേഹം വേഷം മാറി വന്നത് എന്ന് പോലും നമുക്ക് ഈ ഒരു സമയം നമ്മൾ സംശയിക്കണം. അതുകൊണ്ട് തന്നെ ആരും 1-ാം തീയതി കഴിവതും 1-ാം തീയതി ദിവസങ്ങൾ നമ്മൾ ഭവനത്തിലേക്ക് ആരെങ്കിലും വരുമ്പോൾ അവരെ ഉപചാരപൂർവ്വം സ്വീകരിച്ച് അവർക്ക് എന്താണ് ആവശ്യം അതൊക്കെ ചോദിച്ച് അല്പം ജലമൊക്കെ കൊടുത്ത് അങ്ങനെ വേണം അവരെ വിടാനായിട്ട്. ആരെയും 1-ാം തീയതി ദിവസം നമ്മളെ ഭവനത്തിൽ നിന്ന് കരഞ്ഞു പിടിച്ച് പോകാനായി ആരെയും നമ്മൾ അനുവദിക്കാൻ പാടുള്ളതല്ല. സന്തോഷിച്ച് വിട്ട് കഴിഞ്ഞാൽ അതും നമ്മൾക്ക് ഗുണകരമായിരിക്കും. എന്നാൽ ദോഷപ്പെടുത്തി അല്ലെങ്കിൽ വിഷമിപ്പിച്ച് ഖേദിപ്പിച്ച് വിടുകയാണെങ്കിൽ അതും നമ്മൾക്ക് തിരിച്ചടിക്കുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നാളത്തെ ദിവസം കൈനീട്ടം വാങ്ങിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർ ഭവനത്തിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് വാങ്ങുക. അല്ലാത്ത പക്ഷേ ഈ നക്ഷത്രക്കാരും എൻ്റെ ഭവനത്തിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, നമ്മൾ മുതിർന്ന ആളുകളിൽ നിന്ന് വാങ്ങിക്കാം, അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതൊന്നുമല്ല വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ താമസിക്കുന്നത്,
എന്നാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരാൾ, ഞാൻ എൻ്റെ ഒരു ഭവനത്തിൽ ഒറ്റയ്ക്ക് മാത്രം, അപ്പോൾ ഞാൻ ആരിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേന്നത്തെ ദിവസം പൂജാമുറിയിൽ നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കുന്ന മുറിയിൽ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ചിത്രം വച്ചിരിക്കുമല്ലോ ദേവൻ്റെ, ആ ദേവൻ്റെ ചിത്രത്തിൻ്റെ അടുത്ത് 1 രൂപ നാണയം കൊണ്ടു ചെന്ന് വയ്ക്കുക. അതിന് മുകളിൽ ഒരു തുളസിയില കൂടി വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിക്കുകയാണ് ആ കൈനീട്ടം, എനിക്കിനി നേട്ടങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാണയം എടുക്കുക. അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ അതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അല്ലാത്തവർ വീട്ടിൽ മുതിർന്നവരുടെ നിന്ന് വാങ്ങിക്കുക. പിന്നെ ഈ നക്ഷത്രക്കാരായ ആളുകൾ ഭവനത്തിലുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം തന്നെയായിരിക്കും.